back to Beauty Margol. Patturumal Ishal Marhaba, presented by Click On. സെമിഫൈനൽസിൽ റംലാൻ എന്ന റൗണ്ടുമായി ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ആര്യ മോഹൻദാസ്. ആര്യ, സെമിഫൈനൽസിൽ രണ്ടാമത്തെ സോങ് അല്ലേ? ഇത്തവണ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ റൗണ്ടിൽ ഗസ്റ്റായി വന്ന ഫാരിഷത്താത്ത് പാടിയ ഇരുകരങ്ങൾ ഉയർത്തി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറുടെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നോ ഈ പാട്ടില്? ടീച്ചറോട് ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. അപ്പൊ നല്ല പോലെ പ്രസന്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. ഇരുകരങ്ങൾ ഉയർത്തിയെന്നും ഇലാഹേ നിന്നോടുരത്തിയിടുന്നു. ഇരുകരങ്ങൾ
ആര്യ, ഞാനിപ്പോ ഓർക്കുന്നു ആര്യ ഈ വേദിയിൽ പാടിയ ആദ്യത്തെ പാട്ട് തുടരെ മദ്ദളവും അല്ലേ? അതിൽ നിന്നും ഇപ്പോ ഈ ഒരു സെമി ഫൈനൽസിൽ എത്തി നിൽക്കുമ്പോൾ ആര്യക്ക് എന്ത് തോന്നുന്നു? ആര്യയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ? അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സ് മൊത്തത്തിലൊന്ന് ആര്യക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് ഇത്രയും സ്റ്റേജ് വരെ എത്താൻ കഴിഞ്ഞതിൽ. പിന്നെ എനിക്കിവിടെ വന്നിട്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജഡ്ജസ് പറയുന്ന ഓരോ കമൻസും അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ആ ഒരു സെൻസിലെടുത്തിട്ട് ഞാൻ കുറേ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കമന്റ്സ് ചോദിച്ചറിയാം. ഈ പാട്ട് സെമി ഫൈനൽസിലെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ് അല്ലേ? ഓക്കെ, ഫിറോസിക നന്നായി പാടി. താങ്ക് യു സർ. വേറൊരു ആര്യ, നേരത്തെ ഉള്ള പാട്ടുകളൊക്കെ പാടിയതിൽ നിന്ന് വ്യത്യസ്തയായ ഒരാര്യ, വളരെ സോഫ്റ്റായിട്ട് ശ്രദ്ധിച്ച് പാടി. അതായത് അനുപല്ലവിയിൽ മുകളിലേക്ക് പോകുന്ന ഒരു സംഗതി കുറച്ച് ലേശം എത്തായിക വരുമോ എന്ന് ആര്യക്ക് തോന്നിയ സമയത്ത് ആര്യ മൈക്ക് അസാധ്യമായിരുന്നത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ ശബ്ദങ്ങൾ ഓരോ മാതിരിയായിരിക്കും. അപ്പൊ ചില ശബ്ദങ്ങൾ ഞാനൊക്കെ ചെയ്യാറുണ്ട്. അത് ചില സ്ഥലത്ത് നമുക്ക് നമ്മുടെ ശബ്ദത്തിന്റെ എല്ലാ റേഞ്ചും നന്നായിക്കോളണമെന്നൊന്നുമില്ല. അങ്ങനെയുണ്ട്, ഒരുപാട് പാട്ടുകാരുണ്ട് അങ്ങനെ, വലിയ വലിയ പാട്ടുകാരുണ്ട് അങ്ങനെ. അപ്പോൾ അത് റെക്കോർഡിംഗ് ക്വാളിറ്റി ആയിരിക്കില്ല നമ്മുടെ പെർഫോമൻസ് ഇതിൽ വരാം. മൈക്കിൽ ഒരു വേദിയിൽ പാടുന്നതും റെക്കോർഡിങ്ങിൽ വരുന്നതും രണ്ട് മാതിരിയൊക്കെയുള്ള ശബ്ദങ്ങളുണ്ട്. അങ്ങനെയുണ്ട് ചില ശബ്ദങ്ങൾ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടി എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. നന്നായി പാടി. ഇത് നമ്മുടെ മാനത്തുതിക്കാതെ പൊന്നമ്പിളി ഇലാഹെ നിന്റെ കരുണയ്ക്കായി ഞാൻ പാടിയ പാട്ടൊക്കെ എഴുതിയ അധ്യാപകനാണ് അദ്ദേഹം. PA അച്ഛനമ്പലം, PA ബക്കർ അച്ഛനമ്പലം. അദ്ദേഹം എഴുതിയിട്ട് ഒരുപാട് പാട്ടുകൾക്ക് വലിയ വലിയ സംഗീതജ്ഞരുടെ കൂടെ ഒരു കാലത്ത് പ്രവർത്തിച്ച, ഇപ്പോഴും സാമ്പത്തികമായൊന്നും ഒരു പൊടി പോലും രക്ഷപ്പെടാത്തൊരു കലാകാരന് കല്ലായി വിജയൻ, ഞങ്ങൾ അദ്ദേഹത്തെ വളവിജയേട്ടൻ എന്നാണ് വിളിക്കുക. അത് അദ്ദേഹത്തിന് കേട്ടാലും തെറ്റൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് വളവിജയേട്ടൻ. അതിന് കാരണം എന്താണെന്നറിയോ? സീറോ ബാബുക്കാക്ക് സീറോ ബാബു എന്ന് പേര് വന്നത് അറിഞ്ഞില്ലേ? അദ്ദേഹം ഗസ്റ്റ് വന്നപ്പോൾ ഓപ്പൺ സീറോ എന്ന് പറയുന്ന പാട്ടാണ് അദ്ദേഹം ആദ്യം പാടിയത്. അങ്ങനെയാണ് സീറോ ബാബു എന്ന പേര് വരുന്നത്. ഇദ്ദേഹം ആദ്യം പാടുന്നത് വള 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 വളേ വള 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 വളേ എന്നൊരു പാട്ടാണ്. വള 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 വെക്കുന്ന ഒരു പാട്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ഗാനം. അങ്ങനെ അദ്ദേഹത്തിന് വളവിജയൻ എന്ന് പേര് വേണം. അദ്ദേഹം ഈണം കൊടുത്തൊരു പാട്ട് നമ്മുടെ ഫാരിഷ മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. അത് വളരെ ശ്രദ്ധിച്ച് പാടിയത് കൊണ്ടാണ് ഈ പാട്ട് നന്നായത്. നല്ലൊരു പാട്ട്. 6/8 ഞാൻ അധികം ഭക്തിഗാനങ്ങൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല. ജിങ് ജിങ് ത ജിങ് ത ജിങ്, ആ താളത്തിൽ നല്ലൊരു ഭക്തിഗാനമായി മാറി. മനോഹരമായിട്ട് പാടി കേട്ടോ. പിന്നെ സെമി ഫൈനലിന്റെ ഒരു നിലവാരം വെച്ച് ഇനി വേണം നമ്മൾ ചേർന്ന് വിലയിരുത്താൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക. അമ്പിളി ചേച്ചി. ഒന്നും കൊഞ്ചലൊന്നും ഇല്ലായിരുന്നു ഇന്ന്. വളരെ നന്നായിട്ട് പാടി മോളെ, അസലായിട്ട്. എന്ത് രസമായിരുന്നു കേൾക്കാൻ. ആ തിങ്സൊക്കെ കറക്റ്റ് നോട്ടിൽ വന്ന് വീണു. പിന്നെ പാട്ട് നല്ല, ആ 6/8 ഫിറോസി പറഞ്ഞതുപോലെ യൂഷ്വലായിട്ട് ഭക്തിഗാനങ്ങൾ കേൾക്കാറില്ല. പക്ഷെ 6/8 പാട്ടുകൾ കേൾക്കാൻ എപ്പോഴും വളരെ സുഖമാണ് നമുക്ക്. നല്ലൊരു ഒരു എനർജി വരും 6/8 സോങ്സ് കേൾക്കുമ്പോൾ. അതേപോലെ നല്ലതായിട്ട് പാടി, നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. പിന്നെ ഫിറോസി പറഞ്ഞതുപോലെ ആ മൈക്കിങ്ങനെ മാറ്റിയിട്ട് പാടുന്നതൊക്കെ വളരെ നല്ല. അതൊക്കെ നമ്മൾ ആ ടെക്നിക്കൊക്കെ എല്ലാവരും പഠിച്ചു വെക്കണം എപ്പോഴും. നിങ്ങളൊക്കെ പ്രൊഫഷണൽ സിംഗേഴ്സ് ആവാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും അതേപോലെ പഠിച്ച് വളരെ നല്ല വലിയ സിംഗറായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു ചേച്ചി. അബൂട്ടി മാഷേ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനേക്കാണ് വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. അതില് എനിക്ക് പറയാനുള്ളത് മോള് അതെല്ലായിടത്തും പിച്ചിൽ പാടുന്ന സ്ഥലത്ത് ഇവിടെ ഞാനും അവിടെ എന്തിനു വെറുതെ സ്ട്രെയിൻ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മോൾക്ക് കിട്ടുന്നുണ്ട് അത്. പക്ഷേ കിട്ടൂല എന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ അത്ര ടെൻഷൻ ആവേണ്ട ആവശ്യം. അപ്പോഴാണ് നമുക്കിത് ചെറിയൊരു പ്രശ്നം വരിക. കിട്ടൂല എന്ന് വിചാരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ പാടുക. അവിടെയാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. ഇവിടെ ഞാനും പാടിയ സ്ഥലം മാത്രമേ ഞാൻ ഇവിടെ എഴുതി വെച്ചുള്ളൂ, വേറെ എഴുതിയൊന്നും വെച്ചില്ല. ഇത് PABന്റെ നല്ലൊരു പാട്ട്, കുതിത്ത് വന്ന് ബേസ് എന്നോളും തന്നെ മോയിൻകുട്ടി വൈദ്യരുടെ ആ ഇശല്ല വൃത്തത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു മാഷേ. ഹംസക. ആര്യ, ഈ പാട്ടിന്റെ അർത്ഥം
അറിഞ്ഞ് ഉൾക്കൊണ്ട് പാടി എന്നുള്ളതാണ്. ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയാം. കുമാരനാശാൻ പറഞ്ഞു, ആര്യമുൻ പരിചയങ്ങൾ നൽകിയിടും ധൈര്യമാർന്നു പറയുന്നു മൽഗതം. എന്റെ അഭിപ്രായം ധൈര്യത്തിൽ പറയാണ്, ഉറച്ചു നിന്ന് പാടിക്കോ, നന്നാവും. ഇത് ഒരു പശ്ചാത്താപനിരതമായ പ്രാർത്ഥനാഗാനം. പശ്ചാത്തപിച്ച കൈയിങ്ങനെ വെടുക്കില്ലേ, ഉള്ളിൽ തട്ടിയിട്ട് പറയാ പടച്ചോനെ പുറത്തുകൊണ്ടാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പാടിയപ്പോഴാണ് കുറച്ച് നന്നായി തോന്നിയത്. നല്ല ഭാവിയുണ്ട്, അധ്വാനിച്ച് പഠിക്കണം. താങ്ക് യു ഹംസക. താങ്ക് യു ജഡ്ജസ്. എല്ലാവരും നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. കഴിഞ്ഞ പെർഫോമൻസിന് 93 അല്ലേ? നമുക്ക് നോക്കാം. ഫിറോസിക എത്ര മാർക്സ് നൽകുന്നു? 28. താങ്ക് യു ഫിറോസിക. അമ്പിളി ചേച്ചി 29. താങ്ക് യു ചേച്ചി. അബൂട്ടി മാഷെ 27.5. താങ്ക് യു മാഷെ. ഹംസക 10 എത്ര മാർക്സ് ആണ് നൽകുന്നത്? 8.5. താങ്ക് യു ഹംസക. ടോട്ടൽ സ്കോർ ആര്യക്ക് ഞാൻ കോപ്പി ചെയ്യാണ് വീണ്ടും 193 മാർക്ക്. കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിലൊക്കെ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.